Dear students, നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയിലെ +2 കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് സോളിഡ് സ്റ്റേറ്റ് എന്നാണ്. ഓക്കെ, ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് എന്താണ്? സോളിഡ് സ്റ്റേറ്റ് എന്നാണ് ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ +1 അഞ്ചാമത്തെ ചാപ്റ്റർ, കഴിഞ്ഞ വർഷം 5ാമത്തെ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചതാണ്. ആ ചാപ്റ്ററിൻ്റെ പേരാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. എന്താണ് ചാപ്റ്ററിൻ്റെ പേര്? സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. ആ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മാറ്ററിന് പ്രധാനമായിട്ട് 3 സ്റ്റേറ്റുകളുണ്ട് അല്ലേ? സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ്. പിന്നെയും കുറേ സ്റ്റേറ്റുകളുണ്ട്. നമുക്കതൊന്നും ആവശ്യമില്ല. നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ടത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസിനെ കുറിച്ചാണ്. അതിൽ ലിക്വിഡിനെ കുറിച്ചും ഗ്യാസിനെ കുറിച്ചും കഴിഞ്ഞ വർഷം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അതുകൊണ്ട് ഈ വർഷം ഇനി നമുക്ക് പഠിക്കാനുള്ളത് സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ സോളിഡുകളെ കുറിച്ചാണ് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. ഏതെല്ലാം സോളിഡുകൾ ഉണ്ട്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അതിനകത്തുള്ള പാർട്ടിക്കിൾസ് എങ്ങനെയാണ് കിടക്കുന്നത്, അതിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്താണ്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സോളിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്. സോളിഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായി അറിയാം. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയാം, 9th, 10th, +1 നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ്. ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ്. സോളിഡുകളെ പ്രധാനമായിട്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് 2 ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ സോളിഡുകളെ പ്രധാനമായിട്ടും എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് മക്കളെ? 2 ക്ലാസിഫിക്കേഷൻ ആണല്ലോ. ഓക്കെ, സോളിഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2. എത്ര ക്ലാസിഫിക്കേഷൻ ഉണ്ട്? 2 ടൈപ്പ് സോളിഡുകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് സോളിഡിന്റെ പേരാണ് ക്രിസ്റ്റലൈൻ സോളിഡ്. ഓക്കെ, ക്രിസ്റ്റലൈൻ സോളിഡ്. ഓക്കെ, ശ്രദ്ധിക്കുക, ഒന്നാമത്തെ സോളിഡിന്റെ പേരാണ് ക്രിസ്റ്റലൈൻ സോളിഡ്. ഓക്കെ, രണ്ടാമത്തെ സോളിഡിന്റെ പേരാണ് അമോർഫസ് സോളിഡ്. ഓക്കെ, അമോർഫസ് സോളിഡ്. അമോർഫസ് സോളിഡ്. അങ്ങനെ സോളിഡുകളെ 2 ടൈപ്പ് ആക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ സോളിഡിന്റെ പേരാണ് ക്രിസ്റ്റലൈൻ സോളിഡ്, രണ്ടാമത്തിന്റെ പേരാണ് അമോർഫസ് സോളിഡ്. എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് വെച്ചാൽ നോക്കാം. സി ദ സോളിഡ് വിച്ച് ഹാവ് റെഗുലർ ഓർഡേർഡ് അറേഞ്ച്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ. എന്താണ് ഡെഫിനിഷൻ? ദ സോളിഡ് വിച്ച് ഹാവ് റെഗുലർ ഓർഡേർഡ് അറേഞ്ച്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്. കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സോളിഡിനകത്ത് അടങ്ങിയിട്ടുള്ള പാർട്ടിക്കിൾസ്. ചിലപ്പോൾ അത് ആറ്റം ആവാം, ചിലപ്പോൾ അത് മോളിക്യൂൾ ആവാം, ചിലപ്പോൾ അത് അയോണുകളാവാം. ആ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിളിന് ഒരു റെഗുലർ ആയിട്ടുള്ള ഓർഡേർഡ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ഉണ്ടെങ്കിൽ, ദ സോളിഡ് വിച്ച് ഹാവ് റെഗുലർ ഓർഡേർഡ് അറേഞ്ച്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ is known as crystalline solid. Okay, so what is crystalline solid? The solid which have regular ordered ordered arrangement of the constituent particles. Arrangement of the constituent particle is called crystalline solid. So what is the definition of a crystalline solid? The solid which have regular ordered arrangement of the constituent particles. അഥവാ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിളുകൾക്ക് കൃത്യമായ ഓർഡേർഡ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ഉണ്ടെങ്കിൽ അത്തരം സോളിഡുകളെ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ക്രിസ്റ്റലൈൻ സോളിഡുകൾക്ക് എക്സാമ്പിൾ നോക്കാം. നോക്കൂ, NaCl എന്ന് പറയുന്നത് ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്. ഓക്കെ, അയോണിക് കോമ്പൗണ്ടുകളെല്ലാം ഒരു ക്രിസ്റ്റലൈൻ സോളിഡുകളായിരിക്കും. ഓക്കെ, അയോണിക് കോമ്പൗണ്ടുകളെല്ലാം സോളിഡായ അയോണിക് കോമ്പൗണ്ടുകളൊക്കെ എന്തായിരിക്കും? ഒരു ക്രിസ്റ്റലൈൻ സോളിഡുകളായിരിക്കും. അതേപോലെ മറ്റൊന്നാണ് ഗ്രാഫൈറ്റ്. ഓക്കെ, ഗ്രാഫൈറ്റ്. ഓക്കെ, അതേപോലെ ഓൾ മെറ്റൽസ് അഥവാ സോളിഡ് ആയിട്ടുള്ള മെറ്റൽ. ഇപ്പോൾ ഇരുമ്പ് ഒരു സോളിഡാണ്, അതൊരു ക്രിസ്റ്റലൈൻ സോളിഡാണ്. അതിനകത്തുള്ള ആറ്റങ്ങൾ കൃത്യമായ ഓർഡേർഡ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ കോപ്പർ, സിൽവർ, ഗോൾഡ്. അപ്പോൾ എല്ലാ മെറ്റലുകളും, അതേപോലെ NaCl, ഗ്രാഫൈറ്റ്, അതേപോലെ ഡയമണ്ട് തുടങ്ങിയിട്ടുള്ളതൊക്കെ എന്താണ്? ക്രിസ്റ്റലൈൻ സോളിഡുകളാണ്. അതിനൊരു കൃത്യമായ ഓർഡേർഡ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് അതിനകത്തുള്ള പാർട്ടിക്കിളുകൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും അമോർഫസ് സോളിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വാട്ട് യു മീൻ ബൈ അമോർഫസ് സോളിഡ്? ഈ ഒരു കൃത്യമായ ഓർഡേർഡ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ഇല്ലാത്തവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അമോർഫസ് സോളിഡ് എന്ന് പറയും. സോ വാട്ട് യു മീൻ ബൈ അമോർഫസ് സോളിഡ്? ദ സോളിഡ് വിച്ച് ഡസ് നോട്ട് ഹാവ് റെഗുലർ ഓർഡേർഡ് arrangement of the constituent particle അഥവാ റെഗുലർ ആയിട്ടുള്ള ഓർഡേർഡ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ഇല്ല എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? amorphous solid. Okay, so what is the definition of amorphous solid? The solid
which does not have the solid which does not have regular ordered, which does not have regular ordered arrangement of the constituent particle. Arrangement of the constituent particle is called what? Is called amorphous solid. അപ്പോൾ amorphous solid എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്തരം പാർട്ടിക്കിളുകൾക്ക് കൃത്യമായ ഓർഡേർഡ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ഇല്ല എങ്കിൽ അവർ വിളിക്കുന്ന പേരാണ് എന്ത്? amorphous solid എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ amorphous solidകൾക്ക് എക്സാമ്പിൾ നോക്കാം. amorphous solidsന് എക്സാമ്പിൾ ആണ് ഒന്ന് പ്ലാസ്റ്റിക്. ഓക്കെ, പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സാധനം സോളിഡ് ഫോമിലാണ് ഉള്ളത്, പക്ഷെ അതിനകത്തുള്ള ആറ്റങ്ങൾക്ക് അല്ലെങ്കിൽ മോളിക്യൂളുകൾക്ക് അല്ലെങ്കിൽ അയോണുകൾക്ക് കൃത്യമായ ഓർഡേർഡ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കില്ല. ദെൻ രണ്ടാമത്താണ് റബ്ബർ എന്ന് പറയുന്നത് നമുക്ക് കാണുമ്പോൾ സോളിഡ് ആയിട്ട് തോന്നും, ബട്ട് ഇറ്റ്സ് നോട്ട് എ പ്യുവർ സോളിഡ് ഓർ ഇറ്റ്സ് നോട്ട് എ ക്രിസ്റ്റലൈൻ സോളിഡ്, ഇറ്റ്സ് എൻ അമോർഫസ് സോളിഡ്. കൃത്യമായ ഒരു ഓർഡേർഡ് ആയ അറേഞ്ച്മെന്റ് പാർട്ടിക്കിളുകൾക്ക് ഉണ്ടായിരിക്കില്ല. മറ്റൊന്നാണ് ഗ്ലാസ് എന്ന് പറയുന്നത് നമുക്ക് സോളിഡ് ആയിട്ടാണ് തോന്നുക കാണുമ്പോൾ, പക്ഷേ ഇറ്റ്സ് നോട്ട് എ സോളിഡ്, ഇറ്റ്സ് എൻ അമോർഫസ് സോളിഡ്. കൃത്യമായ ഓർഡേർഡ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ദീസ് ആർ എക്സാമ്പിൾ ഫോർ അമോർഫസ് സോളിഡ്. അപ്പോൾ അമോർഫസ് സോളിഡ് എന്താണ്, ക്രിസ്റ്റലൈൻ സോളിഡ് എന്താണെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് അതിന്റെ ഡെഫിനിഷൻ ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന്റെ പ്രധാനപ്പെട്ട ഡിഫറൻസ്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ crystalline solid and amorphous solid, and now we are going to discuss about what are the difference between amorphous solid and crystalline solid. Okay, എന്താണ് amorphous solidum crystalline solidum തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ കമ്പാരിസൺ ഓഫ് or distinguish between the crystalline solid and amorphous solid. എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ക്രിസ്റ്റലൈൻ സോളിഡും amorphous solidum തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറയുന്ന ഒരു ഭാഗം എടുക്കാം, ഒരു ടേബിൾ വരയ്ക്കുക. ദെൻ അതിനപ്പുറത്ത് amorphous solid എന്ന് പറയുന്ന ഒരു കോളം വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് പറയാം. ആദ്യം ഇവിടുത്തെ അറേഞ്ച്മെന്റ് എങ്ങനെയിരിക്കും? ഓക്കെ, അറേഞ്ച്മെന്റ് ഓഫ് ദ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അറേഞ്ച്മെന്റ് എന്താണ്? ഇവിടെ ലോങ് റേഞ്ച് ഓർഡർ ആയിരിക്കും. ലോങ് റേഞ്ച് ഓർഡർ ആയിരിക്കും. ദ ഫസ്റ്റ് പോയിന്റ് ഈസ് ലോങ് റേഞ്ച് ഓർഡർ ആയിരിക്കും. അതായത് അറേഞ്ച്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ എങ്ങനെയായിരിക്കും? ലോങ് റേഞ്ച് ആയിരിക്കും. ഒരുപാട് ദൂരം ഒരേ അറേഞ്ച്മെന്റ് ആയിരിക്കും. എന്നാൽ അമോർഫസ് സോളിഡ് കുറച്ച് ഭാഗത്ത് ഒരു അറേഞ്ച്മെന്റ്, അത് കഴിഞ്ഞാൽ അപ്പം വീണ്ടും വേറൊരു അറേഞ്ച്മെന്റ്, അങ്ങനെ ഇടക്കിടക്ക് എന്ത് അറേഞ്ച്മെന്റ് മാറിക്കൊണ്ടിരിക്കും. സോ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ഷോർട്ട് റേഞ്ച് ഓർഡർ. ഓക്കെ, ഷോർട്ട് റേഞ്ച് ഓർഡർ. അപ്പോൾ ശ്രദ്ധിക്കുക, ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ പരീക്ഷ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഒന്ന് ഡിഫൈൻ crystalline solid and amorphous solid. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ മാത്രം എഴുതിയാൽ മതി. വേറൊരു ക്വസ്റ്റ്യൻ ഡിസ്റ്റിങ്ക്യൂഷ് crystalline solid and amorphous solid. amorphous solidum crystalline solid തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പോയിന്റ്സ് ആണ് എഴുതേണ്ടത്. ഒന്ന് ലോങ് റേഞ്ച് ഓർഡർ ആയിരിക്കും, amorphous solid എന്തായിരിക്കും? ഷോർട്ട് റേഞ്ച് ഓർഡർ ആയിരിക്കും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ സോളിഡിന് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഉണ്ടായിരിക്കും. ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് and boiling point. Okay, അതേപോലെ ഇയാൾക്കാണെങ്കിലോ നോ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, നോ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. ഒരാൾക്ക്, അതായത് ക്രിസ്റ്റലൈൻ സോളിഡിന് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടാവുമെങ്കിൽ അമോർഫസ് സോളിഡിന് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടായിരിക്കില്ല. ഓക്കെ. ദെൻ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണ്. ഓക്കെ, ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഇവിടെ ഹൈ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണെങ്കിൽ ഹൈ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഓക്കെ, ഹൈ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആയിരിക്കും. എന്നാൽ ഇവിടെ എന്തായിരിക്കും? ലോ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആയിരിക്കും. ഓക്കെ, ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഇവിടെ എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, അമോർഫസ് സോളിഡിലെ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ കുറവായിരിക്കും, എന്നാൽ ക്രിസ്റ്റലൈൻ സോളിഡിൽ ഹൈ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്തതാണ് ക്രിസ്റ്റലൈൻ സോളിഡ് ഷാർപ്പ് അല്ലെങ്കിൽ ഡെഫിനിറ്റ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് നമ്മൾ പറഞ്ഞു. അതേപോലെ ഹൈ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ നമ്മൾ പറഞ്ഞു. മറ്റൊന്നാണ് ഇത് ട്രൂ സോളിഡ് ആയിരിക്കും. അത് ട്രൂ സോളിഡ്. ഓക്കെ, ക്രിസ്റ്റലൈൻ സോളിഡുകൾ എന്തായിരിക്കും? ട്രൂ സോളിഡ് ആയിരിക്കും. എന്നാൽ അമോർഫസ് സോളിഡ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്തല്ല? ട്രൂ സോളിഡ് അല്ല, ഇറ്റ്സ് എ സ്യൂഡോ സോളിഡ്സ്. ഓക്കെ, സ്യൂഡോ സോളിഡുകളല്ല ശരിക്കും. ഓക്കെ, സ്യൂഡോ കപട സോളിഡുകളായിരിക്കും. സോളിഡിനെ പോലെ കാണാൻ സോളിഡിനെ പോലെ ഉണ്ടായിരിക്കും, പക്ഷേ യഥാർത്ഥത്തിൽ അവരെന്തല്ല? സോളിഡുകളല്ല. ഓക്കെ, ദെൻ അടുത്തതാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ അനീസോട്രോപിക്.
അനീസോട്രോപ്പിക്. ക്രിസ്റ്റലൈൻ സോളിഡുകൾ പ്രത്യേകത ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ അനീസോട്രോപ്പിക്. എന്നാൽ അമോർഫസ് സോളിഡുകൾ പ്രത്യേകത ദേ ആർ ഐസോട്രോപ്പിക്. ഐസോട്രോപ്പിക്. ഓക്കെ, ഐസോട്രോപ്പിക്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ അനീസോട്രോപ്പിക്, അമോർഫസ് സോളിഡ്സ് ആർ ഐസോട്രോപ്പിക്. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡിഫറൻസ്. അപ്പോൾ നമ്മളൊരു 5 ഡിഫറൻസ് ഇവർ തമ്മിൽ പറഞ്ഞിട്ടുണ്ട്. അറേഞ്ച്മെന്റ് ഇവിടെ ലോങ് റേഞ്ച് ഓർഡർ ആയിരിക്കും, ഇവിടെ ഷോർട്ട് റേഞ്ച് ഓർഡർ ആയിരിക്കും, ഇവിടെ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും, ഇവിടെ നോ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. ദെൻ ഹൈ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആയിരിക്കും, ലോ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആയിരിക്കും, ട്രൂ സോളിഡ് ആയിരിക്കും, സ്യൂഡോ സോളിഡ് ആയിരിക്കും, ദെൻ അനീസോട്രോപ്പിക് ആയിരിക്കും, ഇവിടെ ഐസോട്രോപ്പിക് ആയിരിക്കും. സോ ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ അമോർഫസ് സോളിഡ് ആൻഡ് ക്രിസ്റ്റലൈൻ സോളിഡ്. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചേ. ഒന്നാമത്തെ കാര്യം എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്. 2 പ്രധാനമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് ക്രിസ്റ്റലൈൻ സോളിഡ്, രണ്ടാമത്തത് അമോർഫസ് സോളിഡ്. റെഡി ആണല്ലോ? ഓക്കെ, ദെൻ രണ്ടാമത് നമ്മൾ പഠിച്ചത് ഇവർ തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഡിഫറൻസും ഇതിന്റെ ഡെഫിനിഷനും നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം. ഓക്കെ, കാണാതെ പഠിച്ചിരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം തോന്നുന്നുണ്ടാവും, എന്താണ് അനീസോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താണ് ഐസോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള ചെറിയൊരു ഡൗട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഇനി അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഈ അനീസോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ, എന്താണ് ഐസോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ജസ്റ്റ് ഒന്ന് പറയാം. അനീസോട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണ് അനീസോട്രോപ്പിക് എന്ന് വെച്ചാൽ നോക്കിക്കോളൂ. അപ്പോൾ നമുക്ക് അനീസോട്രോപ്പി എന്താ നമുക്ക് മനസ്സിലായിട്ടില്ല. അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അനീസോട്രോപ്പിക്. അനീസോട്രോപ്പിക് എന്താണ് അനീസോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, റെഡി അല്ലേ? നോക്കിക്കോളൂ കേട്ടോ. നമ്മൾ പറഞ്ഞത് ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത്, ദേ ഹാവ് റെഗുലർ ഓർഡേർഡ് അറേഞ്ച്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ ഞാൻ ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് ഞാൻ എടുക്കാൻ പോവാണ്. നോക്കിക്കോ, ക്രിസ്റ്റലൈൻ സോളിഡ്. അപ്പോൾ ഞാൻ ആദ്യം അതിന്റെ പാർട്ടിക്കിൾ എടുക്കാൻ പോവാണ്. പാർട്ടിക്കിൾ ഒന്ന് റൗണ്ട് പാർട്ടിക്കിൾ ആണ്. നോക്കിക്കോളൂ, റൗണ്ട് പാർട്ടിക്കിൾ ഇങ്ങനെ കൃത്യമായ ഓർഡറിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഡോട്ടഡ് പാർട്ടിക്കിളുകൾ കൃത്യമായ ഓർഡറിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ അഗെയിൻ വീണ്ടും റൗണ്ട് ഷേപ്പിലുള്ള പാർട്ടിക്കിൾസ് വീണ്ടും റെഡി. പിന്നെ വീണ്ടും ഡോട്ടഡ് പാർട്ടിക്കിൾസ്. ഓക്കെ, ഇപ്പൊ ഇവിടെ കൃത്യമായ റെഗുലർ ആയിട്ടുള്ള ഒരു ഓർഡേർഡ് അറേഞ്ച്മെന്റ് ഇല്ലേ? ഉണ്ട്. ആദ്യം സർക്കുലർ പാർട്ടിക്കിൾ, പിന്നെ ഡോട്ടഡ് പാർട്ടിക്കിൾ, അഗെയിൻ സർക്കുലർ പാർട്ടിക്കിൾ, പിന്നെ ഡോട്ടഡ് പാർട്ടിക്കിൾ. ഓക്കെ, അപ്പോൾ ഇതിന്റെ നോക്കിക്കോളൂ, ഇതിന്റെ പ്രോപ്പർട്ടിയിലേക്ക് വരാം. ജസ്റ്റ് നോക്കിക്കോളൂ, ഇതാണ് നമ്മളെ ഒരു ക്രിസ്റ്റലൈൻ സോളിഡിന്റെ ഒരു രൂപമാണ്. ക്രിസ്റ്റലൈൻ സോളിഡിന്റെ ഒരു ചെറിയ ഫോമാണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്. റെഗുലർ ആയിട്ടുള്ള ഓർഡേർഡ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, റെഡി. അപ്പൊ ഞാൻ നോക്കിക്കോളൂ, ഞാൻ ഈ ഡയറക്ഷനിൽ ഒരു ലൈൻ വരയ്ക്കുന്നു വിചാരിക്കാം. ഈ ഡയറക്ഷനിൽ ഒരു ലൈൻ വരച്ചു. ഈ ഡയറക്ഷനിൽ ഞാനൊരു ലൈൻ വരച്ചപ്പോൾ ശ്രദ്ധിക്കട്ടോ, ശരിക്കും ശ്രദ്ധിച്ചോ, ഈ ഡയറക്ഷനിൽ ഞാനൊരു ലൈൻ വരച്ചപ്പോൾ ആ ലൈനിന്റെ മുകൾ ഭാഗത്ത് കംപ്ലീറ്റ് എന്താണ്? സർക്കുലർ പാർട്ടിക്കിൾ അല്ലേ? അല്ലേ? ഓക്കെ, ആ ലൈനിന് താഴെ എന്താണ് പറ, എന്താണ്? ആ ലൈനിന് താഴെ ഡോട്ടഡ് പാർട്ടിക്കിൾ അല്ലേ? അല്ലെ? നോക്കൂ, അപ്പോൾ ആ ലൈനിന്റെ മുകൾ ഭാഗത്ത് കംപ്ലീറ്റ് സർക്കുലർ പാർട്ടിക്കിൾ, ആ ലൈനിന്റെ താഴെ ഭാഗത്ത് കംപ്ലീറ്റ് ഡോട്ടഡ് പാർട്ടിക്കിൾ. ഓക്കെ, അപ്പൊ ഈ ഡയറക്ഷനിൽ ലൈൻ വരച്ചപ്പോൾ ഒരു സൈഡില് കംപ്ലീറ്റ് സർക്കുലർ പാർട്ടിക്കിളും അതിന്റെ താഴെ ഭാഗത്ത് കംപ്ലീറ്റ് എന്താണ്? ഡോട്ടഡ് പാർട്ടിക്കിളുമാണ്. റെഡി അല്ലേ? എന്നാൽ ഞാൻ ഈ ഡയറക്ഷൻ ഒന്ന് മാറ്റിയിട്ട് ഞാൻ മുകളിലേക്ക് ഒരു ഡയറക്ഷനിൽ വരച്ചാൽ എന്താണ് അവസ്ഥ? നോക്ക്, എന്താണ് അവസ്ഥ? എല്ലാ സൈഡിലും ഒരു ഡോട്ടഡ് പാർട്ടിക്കിളും, ഒരു സൈഡിൽ ഡോട്ടഡ് പാർട്ടിക്കിളും, ഒരു സൈഡിൽ സർക്കുലർ പാർട്ടിക്കിളുമാണോ? ആണോ? അല്ല. ഒരു സർക്കുലർ പാർട്ടിക്കിൾ, ഒരു ഡോട്ടഡ് പാർട്ടിക്കിൾ, ഒരു സർക്കുലർ പാർട്ടിക്കിൾ, ഒരു ഡോട്ടഡ് പാർട്ടിക്കിൾ. ഇങ്ങനെയാണ് ഈ സൈഡിലുള്ളത്. അതിനല്ല അടുത്ത സൈഡിലുള്ളത് സർക്കുലർ പാർട്ടിക്കിൾ, ഡോട്ടഡ് പാർട്ടിക്കിൾ, സർക്കുലർ പാർട്ടിക്കിൾ, ഡോട്ടഡ് പാർട്ടിക്കിൾ. അപ്പൊ ഈ സൈഡിൽ കാണിക്കുന്ന പ്രോപ്പർട്ടിയും ഈ സൈഡിൽ കാണിക്കുന്ന പ്രോപ്പർട്ടിയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ലേ? ഉണ്ടാകും. എന്താ കാരണം? ഇവിടെ ഈ ഡയറക്ഷനിൽ പോകുമ്പോൾ മുകളിൽ സർക്കുലർ പാർട്ടിക്കിളും താഴെ ഡോട്ടഡ് പാർട്ടിക്കിളുമാണ്. എന്നാൽ ഈ ഡയറക്ഷനിൽ പോകുമ്പോൾ അങ്ങനെയല്ല, വ്യത്യാസമുണ്ട് അല്ലേ? ഒരു ഡോട്ടർ, ഒരു സർക്കിൾ, ഒരു ഡോട്ടർ, ഒരു സർക്കിൾ, അങ്ങനെയാണ് പോകുന്നത്. എന്ന് വെച്ചാൽ ഈ ഡയറക്ഷനിലുള്ള അറേഞ്ച്മെന്റും ഈ ഡയറക്ഷനിലുള്ള അറേഞ്ച്മെന്റും തമ്മിൽ വ്യത്യാസമുണ്ട് ഇല്ലേ? അതനുസരിച്ചിട്ട് ആ സോളിഡിന്റെ പ്രോപ്പർട്ടിയിലും വ്യത്യാസം ഉണ്ടാവില്ലേ? വ്യത്യാസം ഉണ്ടാകും. അങ്ങനെ ഡയറക്ഷൻ മാറുന്നതനുസരിച്ചിട്ട് പ്രോപ്പർട്ടി മാറുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അനീസോട്രോപ്പി. ആൻഡ് സച്ച് ടൈപ്പ് ഓഫ് സോളിഡ്സ് ആർ നോൺ ആസ് അനീസോട്രോപിക് സോളിഡ്. Okay, so what do you mean by anisotropy? The solid which have different properties at different direction. The solid, and the definition we will the solid which have different properties at
different direction മാറുന്നതനുസരിച്ചിട്ട് പ്രോപ്പർട്ടി മാറുകയാണെങ്കിൽ നോക്കൂ, ഈ ഡയറക്ഷനിൽ ഒരു പ്രോപ്പർട്ടി, ഈ ഡയറക്ഷനിൽ വേറൊരു പ്രോപ്പർട്ടി. The solid which have different properties at different direction is called, അതിനെ വിളിക്കുന്ന പേരാണ് എന്താ? is called anisotropic solid, and that property is known as anisotropy. അപ്പൊ ഐസോട്രോപ്പി എന്തായിരിക്കും? നേരെ ഡിഫറെന്റ്. എന്താ നേരെ ഡിഫറെന്റ്? അനിസോട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താ? ഡയറക്ഷൻ മാറുമ്പോ പ്രോപ്പർട്ടി മാറുന്നത്. അപ്പൊ ഐസോട്രോപ്പിക് എന്ന് പറഞ്ഞാലോ ഡയറക്ഷൻ മാറുമ്പോഴും പ്രോപ്പർട്ടി മാറാത്തത്. The solid which have same property in all direction, എല്ലാ ഡയറക്ഷനിലും ഒരേ പ്രോപ്പർട്ടി ആവുകയാണെങ്കിൽ അതിനെ ഐസോട്രോപ്പിക് എന്നും, എന്നാൽ ഡയറക്ഷൻ മാറുന്നതനുസരിച്ചിട്ട് പ്രോപ്പർട്ടി മാറുകയാണെങ്കിൽ അതിനെ എന്തും പറയും? അനീസോട്രോപ്പിക് എന്നും പറയും. അപ്പൊ നമ്മൾ അനീസോട്രോപ്പി എന്താണ്, ഐസോട്രോപ്പി എന്താണെന്ന് കൃത്യമായി മനസ്സിലായി. അനീസോട്രോപ്പി എന്താണെന്നുള്ള കാര്യം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഐസോട്രോപ്പി എന്ന് പറഞ്ഞാൽ സെയിം properties in all direction, and the solid which have same property in all direction is known as isotropic. Okay, അപ്പോൾ നമ്മൾ അനീസോട്രോപ്പി അല്ലെങ്കിൽ ഐസോട്രോപ്പി എന്താണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ സോളിഡിലെ ഏതൊക്കെ ടൈപ്പ് സോളിഡുകൾ ഉണ്ടെന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. And next we are going to discuss about the classification of crystalline solid. Okay, classification of crystalline solid ആണ് ഇനി പറയാൻ പോകുന്നത്. അതായത് crystalline solidനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. Classification of crystalline solid. Okay, crystalline solid. Ready? Classification of crystalline solid. എന്ന് വെച്ചാൽ എന്താ? ക്രിസ്റ്റലൈൻ സോളിഡുകളെ ക്ലാസിഫൈ ചെയ്യാണ്. ഓക്കെ, ആദ്യം സോളിഡുകളെ തന്നെ നമ്മൾ മൊത്തത്തിൽ എന്ത് ചെയ്തു? ക്ലാസിഫൈ ചെയ്ത് രണ്ടാക്കി, അമോർഫസ് ആൻഡ് ക്രിസ്റ്റലൈൻ. ഇപ്പൊ നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡിനെ എന്ത് ചെയ്യാൻ പോവാണ്? ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ് ഓൺ ദ ബേസിസ് ഓഫ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്, ഓൺ ദി ബേസിസ് ഓഫ് ഇന്റർമോളിക്കുലാർ ഫോഴ്സ്. ഓക്കെ, ഇന്റർമോളിക്കുലാർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മോളിക്യൂളുകളുടെ ഇടയിലുള്ള ആകർഷണത്തിന്റെ അടിസ്ഥാനത്തിൽ സോളിഡുകളെ അല്ലെങ്കിൽ ക്രിസ്റ്റലൈൻ സോളിഡുകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും 4 കുട്ടികളെ പ്രധാനമായിട്ട് എത്തുന്നുണ്ട്. 4 ടൈപ്പ്. There are 4 type of crystalline solid. എത്ര ടൈപ്പ് സോളിഡ് ഉണ്ട്? There are 4 type of crystalline solid. That is very very important. നോട്ട് ചെയ്തോളൂ. 4 ടൈപ്പ് ക്രിസ്റ്റലൈൻ സോളിഡ് ഉള്ളത്. ഒന്നാമത്തെ സോളിഡിന്റെ പേരാണ് മോളിക്യുലാർ സോളിഡ്. ഓക്കെ, മോളിക്യുലാർ സോളിഡ്. ഓക്കെ, ഒന്നാമത്തെ ടൈപ്പിന്റെ പേര് എന്താണ്? മോളിക്യുലാർ സോളിഡ്. രണ്ടാമത്തെ ടൈപ്പിന്റെ പേരാണ് അയോണിക് സോളിഡ്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ടൈപ്പിന്റെ പേരാണ് മെറ്റാലിക് സോളിഡ്. ഓക്കെ, നാലാമത്തെ ടൈപ്പിന്റെ പേരാണ് കോവാലന്റ് സോളിഡ്. ഓക്കെ, കോവാലന്റ് സോളിഡ്. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡുകളെ ഇറ്റ് ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻടു 4 ഓൺ ദ ബേസിസ് ഓഫ് ദ ഇന്റർമോളിക്കുലാർ ഫോഴ്സ്. മോളിക്യൂൾസിന്റെ ഇടയിലുള്ള ആകർഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇറ്റ് ഈസ് ഫർദർ ക്ലാസിഫൈഡ് ഇൻടു 4. ദ ഫസ്റ്റ് വൺ മോളിക്യുലാർ സോളിഡ്. ഓക്കെ, സെക്കൻഡ് വൺ അയോണിക് സോളിഡ്, തേർഡ് വൺ മെറ്റാലിക് സോളിഡ്, ആൻഡ് ദ ഫോർത്ത് വൺ കോവാലന്റ് സോളിഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക്, ഇന്റർമോളിക്കുലാർ ഫോഴ്സിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മോളിക്യൂൾ ആകുമ്പോൾ അവിടെ എന്താണ് ഫോഴ്സ് ചെയ്ത് നിങ്ങൾക്ക് അറിയോ? അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് വീക്ക് വാണ്ടർവാൾ ഫോഴ്സ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ മോളിക്കുലാർ സോളിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ സോളിഡ് ഇൻ വിച്ച് weak intermolecular force of attractions are in between the molecules. അഥവാ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിളുകളുടെ ഇടയിലുള്ള ആകർഷണം ഏത് ആകർഷണമായിരിക്കും? വീക്ക് വാണ്ടർവാൾ ഫോഴ്സ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഓക്കെ, വീക്ക് വാണ്ടർവാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും എന്ത്? സോ ഇൻ മോളിക്കുലാർ സോളിഡ് there is a weak van der Waals force of attraction between the constituent particles. Okay, കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിളുകളുടെ ഇടയിലുള്ള ആകർഷണം ഏതാണ്? വീക്ക് വാൻ ഡർ വാൾ ഫോഴ്സ്. കഴിഞ്ഞ വർഷം വീക്ക് വാൻ ഡർ വാൾ ഫോഴ്സ് ഏതൊക്കെ പഠിച്ചിട്ടുണ്ട്? ഏതൊക്കെ? ലണ്ടൻ ഫോഴ്സ് അല്ലെ, ഡിസ്പേർഷൻ ഫോഴ്സ്. ഓക്കെ, ഓർമ്മല്ലേ? ലണ്ടൻ ഫോഴ്സ് അല്ലെങ്കിൽ ഡൈപോൾ അട്രാക്ഷൻ. ഓക്കെ, ദെൻ അടുത്തൊന്നാണ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഓക്കെ, അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മോളിക്കുലാർ സോളിഡുകളെ ഇറ്റ് ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻടു 3. ഓക്കെ, ഇറ്റ് ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻടു, കാരണം എന്താ? വീക്ക് വാൻ ഡർ വാൾ ഫോഴ്സ് വീണ്ടും പലതരത്തിലുണ്ട്. ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്, ഡൈപോൾ അട്രാക്ഷൻ ഉണ്ട്,
Okay, then Lenten force ഉണ്ട്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. So the molecular solid is further divided into 3 based on the intermolecular attractive force. അതിൽ ഒന്നാമത്തേതാണ് non-polar molecular solid. Okay, non-polar molecular solid. Non-polar molecular solid ആണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് polar molecular solid. Polar molecular solid. Polar molecular solid. Okay. മൂന്നാമത്തത് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്. ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്. ഓക്കെ, സോ മോളിക്കുലാർ സോളിഡ് ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു 3. ദ ഫസ്റ്റ് വൺ നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്. അപ്പോൾ നോൺ പോളാർ മോളിക്യൂൾസ് ആയിട്ടുള്ള സോളിഡുകളാണ്. നോൺ പോളാർ മോളിക്യൂൾസ് ആയിട്ടുള്ള സോളിഡ് ആവണമെങ്കിൽ അവിടെ അട്രാക്ഷൻ ഏതായിരിക്കും? ലെൻഡൻ ഫോഴ്സ് അല്ലെങ്കിൽ ഡിസ്പേർഷൻ ഫോഴ്സ് ആയിരിക്കും. ലെൻഡൻ ഫോഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഡിസ്പേർഷൻ ഫോഴ്സ് ആയിരിക്കും. പോളാർ ആവുന്നത് ഡൈപോൾ അട്രാക്ഷൻ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ എഴുതേണ്ടത് ഇവിടെ ഉണ്ടാകുന്ന അട്രാക്ഷൻ ഏതായിരിക്കും? ഡൈപോൾ അട്രാക്ഷൻ ആയിരിക്കും. ഡൈപോൾ അട്രാക്ഷൻ. ഓക്കെ, ഇനി ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡ് ആകുമ്പോൾ എന്താണ് അട്രാക്ഷൻ ഏതായിരിക്കും? ഹൈഡ്രജൻ ബോണ്ടിങ് ആയിരിക്കും. ഓക്കെ, ഇനി നോൺ പോളാർ മോളിക്കുലർ സോളിഡുകൾക്ക് എക്സാമ്പിൾ ആണ് O2, H2, Cl2. ഇതൊക്കെ ഗ്യാസ് ആണ് അല്ലേ? പക്ഷെ അതിനെ നമ്മൾ തണുപ്പിച്ച് സോളിഡ് ആക്കിയാൽ അത് ഏത് സോളിഡ് ആയിരിക്കും? നോൺ പോളാർ മോളിക്കുലർ സോളിഡ് ആയിരിക്കും. റെഡി അല്ലേ? ഇനി നോക്ക് പോളാർ മോളിക്കുലർ സോളിഡ്സ്. അതേപോലെ ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡ്സിന് എക്സാമ്പിൾ ആണ് വാട്ടർ, H2O. നോക്ക്, വാട്ടർ ലിക്വിഡ് ആണ്, പക്ഷെ നമ്മൾ അതിനെ തണുപ്പിച്ച് ഐസ് ആക്കിയാൽ അതൊരു സോളിഡ് ആണ്. ആ സോളിഡ് എന്തിന് എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചാൽ എന്തിന് എക്സാമ്പിൾ ആണ്? മോളിക്കുലാർ സോളിഡിലെ ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡുകൾക്ക് ഉദാഹരണമാണ്. റെഡിയല്ലേ? ഇവരുടെ പ്രത്യേകത ഇവിടുത്തെ അട്രാക്ഷൻ വീക്ക് വാണ്ടർവാൾ ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ ലോ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും, വിച്ച് ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യൂല. അതേപോലെ which does not conduct electricity and weak melting point and boiling point. Okay, melting point and boiling point ഒക്കെ വളരെ കുറവായിരിക്കും. ഇനി അടുത്താണ് അയോണിക് സോളിഡ്സ്. അയോണിക് സോളിഡ് എന്ന് പറയുമ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് ഏതായിരിക്കും? സ്ട്രോങ് അയോണിക് ബോണ്ടിങ് ആയിരിക്കും ഇവിടുത്തെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. സ്ട്രോങ് അയോണിക് ബോണ്ടിങ് ആണ് ഇവിടുത്തെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അയോണിക് ബോണ്ട് ആയതുകൊണ്ട് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഹൈ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റ് ഉണ്ടായിരിക്കും. ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും. മെൽറ്റിംഗ് പോയിന്റ് ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും. അത് എല്ലാ ആളുകളും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും, പക്ഷേ വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോൾ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. അതേപോലെ സോളിഡ് ആയി നിൽക്കുമ്പോൾ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. വിച്ച് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ aqueous or molten state, which conduct electricity in aqueous or molten state. എന്നാൽ സോളിഡ് സ്റ്റേറ്റിൽ എന്ത് ചെയ്യില്ല? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. എക്സാമ്പിൾ നമുക്ക് നോക്കാം. NaCl, ഉപ്പ് ഒരു സോളിഡ് ആണ്. അത് ഏത് സോളിഡാ? അയോണിക് സോളിഡ് ആണ്. അവിടെ ഉണ്ടാകുന്ന അട്രാക്ഷൻ ഏതാണ്? അയോണിക് ബോണ്ടിങ് ആണ്. ഓക്കെ, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. എപ്പോൾ ഉപ്പ് വെള്ളത്തിലിട്ടാൽ കണ്ടക്ട് ചെയ്യും, അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യില്ല. അല്ലെങ്കിൽ ഉപ്പ് ഉരുക്കിയാൽ ലിക്വിഡ് ഫോമിലായാൽ കണ്ടക്ട് ചെയ്യും. ഓക്കെ, ഹൈ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്താണ് മെറ്റാലിക് സോളിഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ആകർഷണം ഏത് ആകർഷണമായിരിക്കും? സ്ട്രോങ് മെറ്റാലിക് bonding. The attractive force is strong metallic bonding. Ready? Strong metallic bonding. അപ്പോൾ ശ്രദ്ധിക്കുക, മെറ്റാലിക് സോളിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? The solid in the metallic solid in which the attractive force is strong metallic bonding. അപ്പോൾ എല്ലാ മെറ്റലുകളും ഏതൊക്കെയാ? ഇരുമ്പ്, സിൽവർ, ഗോൾഡ്, കോപ്പർ, ഇതൊക്കെ എന്താണ്? മെറ്റലുകളാണ്, സോളിഡുകളാണ്. അവിടെ സ്ട്രോങ് മെറ്റാലിക് ബോണ്ടിങ് ഉണ്ടായിരിക്കും. സ്ട്രോങ് മെറ്റാലിക് ബോണ്ടിങ് ഉള്ളത് കൊണ്ട് തന്നെ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് അവർക്ക് ഉണ്ടായിരിക്കും. മാത്രമല്ല ഇവരൊക്കെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. അപ്പോൾ ദേ ആർ ഇലക്ട്രിക്കലി കണ്ടക്ടേഴ്സ് ആയിരിക്കും. റെഡി? ഇനി നോക്ക് കോവാലന്റ് സോളിഡ്. അവിടെ എന്തായിരിക്കും അട്രാക്റ്റീവ് ഫോഴ്സ്? സ്ട്രോങ് കോവാലന്റ് ബോണ്ടിങ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്ന ആകർഷണം എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് ഗ്രാഫൈറ്റ്. ശ്രദ്ധിക്കുക, ഗ്രാഫൈറ്റ് എക്സാമ്പിൾ എന്താണ്? ഗ്രാഫൈറ്റ്, ഡയമണ്ട്, ഫുള്ളുറീൻസ്. ഓക്കെ, ഗ്രാഫൈറ്റ്, ഡയമണ്ട്, ഫുള്ളുറീൻസ് ഇതൊക്കെ എന്താണ്? കോവാലന്റ് സോളിഡുകൾക്ക് എക്സാമ്പിൾ ആണ്. അവരുടെ മെൽറ്റിംഗ് പോയിന്റ് ബോയിലിംഗ് പോയിന്റ് ഹൈ ആയിരിക്കും. ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ കണ്ടക്ട് ചെയ്യൂല. പക്ഷേ ഗ്രാഫൈറ്റ് എക്സെപ്ഷൻ ആണ്, അയാൾ മാത്രം ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ പാർട്ടിൽ ഇത് സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഒന്നാമത്തെ പാർട്ട് വീഡിയോ ആണ്. ഇതിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് അമോർഫസ് സോളിഡ്, ക്രിസ്റ്റലൈൻ സോളിഡിന്റെ ഡെഫിനിഷൻ, അവ തമ്മിലുള്ള വ്യത്യാസം, ദെൻ അനീസോട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്, ഐസോട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റൊന്ന് നമ്മൾ പറഞ്ഞത്
ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഇന്റർമോളിക്കുലർ ഫോഴ്സ്. ഇന്റർമോളിക്കുലർ ഫോഴ്സിന്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ക്രിസ്റ്റലൈൻ സോളിഡുകളെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 4 ആയിട്ട് ഡിവൈഡ് ചെയ്ത്. എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. The first one molecular solid, second one ionic solid, and the third one metallic solid, and the fourth one കോവാലന്റ് സോളിഡ്. വളരെ സിമ്പിൾ ആണ്. മോളിക്കുലർ സോളിഡ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ വീക്ക് വാണ്ടർവാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണെങ്കിൽ അത് മോളിക്കുലർ സോളിഡ് ആയിരിക്കും. ഓക്കെ, അട്രാക്ഷന് സ്ട്രോങ് അയോണിക് ബോണ്ടിങ് ആണെങ്കിൽ അയോണിക് സോളിഡ് ആയിരിക്കും. അട്രാക്ഷന് സ്ട്രോങ് മെറ്റാലിക് ബോണ്ടിങ് ആണെങ്കിൽ മെറ്റാലിക് സോളിഡ് ആയിരിക്കും. അട്രാക്ഷന് സ്ട്രോങ് കോവലന്റ് ബോണ്ടിങ് ആണെങ്കിൽ കോവാലന്റ് സോളിഡ് ആയിരിക്കും. ഓക്കെ, അതിൽ മോളിക്കുലർ സോളിഡ് വീക്ക് വാണ്ടർവാൾ ഫോഴ്സ് പ്രധാനമായിട്ടും 3 ഉണ്ട്. ഒന്ന് ലണ്ടൻ ഫോഴ്സ്, മറ്റൊന്ന് ഡൈപോൾ, മറ്റൊന്ന് ഹൈഡ്രജൻ ബോണ്ടിങ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ അതിനെ വീണ്ടും 3 ആക്കി. നോൺ പോളാർ മോളിക്കുലർ സോളിഡ്, പോളാർ മോളിക്കുലർ സോളിഡ് ആൻഡ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡ്. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് കംപ്ലീറ്റ് നിങ്ങൾ നന്നായിട്ട് കാണാതെ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക്, അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം.